KPCC വിലക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് കെ സുധാകരൻ MP KC വേണുഗോപാലിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ വീണ്ടും സജീവമായി. ചടുലമായ പ്രവർത്തനം അനിവാര്യമായതിനാൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് AICC അധ്യക്ഷനോട് കെ സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിനു ശ്രീധരാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, ഇതിൽ പ്രധാനമായും മുതിർന്ന നേതാക്കളുടെയൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകൾ വേണ്ട, അത് അനാവശ്യമാണ് എന്നതുൾപ്പെടെ AICC നിലപാട് സ്വീകരിച്ചതാണ്. അപ്പോഴാണ് കെ സുധാകരൻ വീണ്ടും ഈ ചർച്ച സജീവമായിരിക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി ഈ ഒരു ചർച്ച അതിങ്ങനെ സജീവമാക്കുന്നതിന്റെ ഒരു അർത്ഥം അതെങ്ങനെയാണ് എന്നാണ് വിവരങ്ങൾ? പ്രവിത, അമൽ, എന്തായാലും സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത്, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെട്ടികളെല്ലാം തന്നെ സ്ട്രോങ് റൂമിലുണ്ട്. പക്ഷേ അതിലൊരു വിധി നിർണ്ണയിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ ചൊല്ലി വലിയ രീതിയിലുള്ള തർക്കം നടക്കുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നും ഹൈക്കമാൻഡിന് ഒരു തലവേദനയായി മാറിയിട്ടുണ്ട് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതിൽ സംശയമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഹൈക്കമാൻഡിനെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം കൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ചൊല്ലിയുള്ള തർക്കം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. ഇത്തവണയും അതിന് യാതൊരുവിധ മാറ്റവുമില്ല എന്നുള്ളതാണ്. എന്തായാലും ഹൈക്കമാൻഡ് കർശനമായിട്ടുള്ള നിലപാടെടുത്തിരുന്നു. പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം വേണ്ട, ചർച്ച വേണ്ട എന്നുള്ളത്. അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയിലേക്ക് പോകുമെന്നുള്ളത്. പക്ഷേ ആ വിലക്കെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് കെ സുധാകരൻ ഇന്നലെയും മാധ്യമങ്ങളോട് സംസാരിച്ചത്. KC വേണുഗോപാലിന് വേണ്ടി. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ എന്താ കുഴപ്പമെന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ചർച്ചകൾ വരട്ടെ, ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ തുറന്നു പറഞ്ഞാലല്ലേ ഒരു തീരുമാനമുണ്ടാകൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ VD സതീശൻ എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ കെ സുധാകരന്റെ പക്ഷം അല്ലെങ്കിൽ കെ സുധാകരൻ അനുകൂലികൾ സോഷ്യൽ മീഡിയയിലടക്കം KC വേണുഗോപാലിന് വേണ്ടി ഒരു ഇടപെടൽ നടത്തുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഏത് രീതിയിലാണ് എന്നുള്ളത്. കാരണം ഈ കെ സുധാകരൻ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിത്വം ലഭിച്ചതുമില്ല. അതിൻ്റെ ഒരു വൈരാഗ്യമാണോ വീണ്ടും കോൺഗ്രസിനെ പ്രതിരോധത്തിലായിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു ചർച്ചകളിലേക്ക് അദ്ദേഹം മുൻകൈ എടുക്കുന്നത്? കാരണം ഹൈക്കമാൻഡ് പോലും ഇത് വേണ്ട എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിനെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നടപടിയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ചർച്ചയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ കെ മുരളീധരൻ അടക്കമുള്ളവർ പരസ്യമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഇത്തരം ഒരു ചർച്ച അനാവശ്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മതി എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി 2 പേർ പങ്കിടട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ കോൺഗ്രസ് പോകുന്നുണ്ട്. അങ്ങനെ പോയാൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന വാദം. എന്തായാലും മുഖ്യമന്ത്രി ആര് എന്നുള്ളതിൽ ഒരു അന്തിമമായിട്ടുള്ളൊരു തീരുമാനം, അധികാരത്തിലെത്തിയാൽ ആര് എന്നുള്ളതിൽ അന്തിമമായിട്ടുള്ളൊരു എത്താൻ കോൺഗ്രസിനായിട്ടില്ല. അതാകുമോ എന്നുള്ളതിലാണ് ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.